Good morning, students. Let us learn chemistry for 8th standard students. Last class we have discussed the physical properties of metals and non-metals. In that class we have seen that metals are hard, lustrous, then good conductors of heat and electricity, then they are sonorous, they are ductile and malleable also. Non-metals are have this not of any of these properties. Metals in the properties entirely different ആണ് non-metals in the properties. So they are soft ആണ്, അല്ലേ? Non-metals soft ആണ്, they are not ductile ആണ്, not malleable, not sonorous, and they are poor conductors of heat and electricity. There are exceptions for these cases. That is, we say that almost all the metals are hard, but there are some soft metals. For example, sodium and potassium. Sodium and potassium. These are soft metals. Soft metals. Then mercury is the only metal that exists in liquid state. Liquid metal ആണ് mercury. Non-metals are, some are solids and some are gaseous. But only one non-metal, bromine, is in liquid state. Liquid ആയിട്ടുള്ള only non-metal ആണ് bromine. അതുപോലെ liquid ആയിട്ടുള്ള only metal ആണ് mercury. These are exceptions for this. Now let us learn the chemical properties of metals and non-metals. Chemical properties. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് റിയാക്ഷൻ കണ്ടക്ട് ചെയ്യാതെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് ആണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും സബ്സ്റ്റൻസുമായിട്ട് ഈ മെറ്റൽസ് അല്ലെങ്കിൽ നോൺ മെറ്റൽസ് റിയാക്ട് ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന, ആ റിയാക്ഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രോപ്പർട്ടീസ് ആണ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഫസ്റ്റ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ നോക്കാം. Reaction of metals with oxygen. Reaction of metals with oxygen. We have seen the chemical reaction in rusting of iron. അല്ലേ? ഇരുമ്പ് തുരുമ്പ് പിടിക്കുക പ്രോസസ്സ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. നമുക്കറിയാം മെറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ അയണും ഒക്കെയാണ്. അപ്പോൾ നമുക്ക് അയൺ കൊണ്ടുണ്ടാക്കിയ ഒരു നെയിലോ അല്ലെങ്കിൽ ഒരു കത്തിയോ എന്തെങ്കിലും നമ്മൾ എയറിൽ എക്സ്പോസ് ചെയ്ത് വയ്ക്കുക, അതായത് വായുവിൽ തുറന്നു വയ്ക്കുക, അല്ലേ? 1-2 ദിവസം അങ്ങനെ ഇരുന്ന് നമ്മൾ അത് എടുക്കാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? അതിലൊക്കെ ഒരു ബ്രൗൺ കളറ് എന്തോ ഒരു സബ്സ്റ്റൻസ് പറ്റിപ്പിടിച്ചിരിക്കുന്നതായിട്ട് തോന്നും. അതുപോലെ തന്നെയുള്ള ഒരു സിമിലർ എക്സ്പീരിയൻസ് ആണ് കോപ്പർ വെസൽസ്. കോപ്പർ വെസൽസ് നമ്മൾ ഇതുപോലെ തന്നെ എയറിൽ കുറേ ദിവസം നമ്മൾ എടുക്കാതെ എവിടെയെങ്കിലും വിളക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എടുക്കാതെ വെച്ചിരുന്നാൽ അതിലൊക്കെ എന്താ പച്ച നിറത്തിലുള്ള ഒരു സബ്സ്റ്റൻസ് കാണാം. എന്താണിത്? ഇതൊക്കെ എന്താണ്? അറ്റ്മോസ്ഫിയറിക് എയറിൽ എന്തുണ്ട്? ഓക്സിജൻ ഉണ്ട്, അല്ലേ? മറ്റ് കുറേ ഗ്യാസസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാസുമായിട്ട്, അതായത് ഈ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ് അയൺ. അന്തരീക്ഷത്തിലെ ഈർപ്പം, വാട്ടർ വേപ്പർ ഉണ്ട് അറ്റ്മോസ്ഫിയറിൽ. അപ്പോൾ ഈ വാട്ടർ വേപ്പറും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് അയൺ എന്തായിട്ട് മാറുന്നു? അയൺ പ്ലസ് ഓക്സിജൻ, ഓക്സിജൻ പ്ലസ് വാട്ടർ, ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്, അതായത് Fe2O3. ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ്, അതായത് ഒരു വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അപ്പം അങ്ങനെ
റിയാക്ഷൻ ഇതിന് പറയുന്നത് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആണ്. അയണിന്റെ സിംബലാണ് Fe. ഫെറം എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് അയണിന് Fe എന്നുള്ള സിംബൽ വന്നത്. ഓക്സിജന്റെ സിംബൽ ഇതാണ്, വാട്ടർ ഇതാണ് H2. 2Fe. ഇത് ബാലൻസ് ചെയ്യുന്നപ്പോൾ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കും. നിങ്ങൾ ഓർത്തിരിക്കുക, അയൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് കോപ്പറും ഈ അന്തരീക്ഷത്തിലെ ഈർപ്പോ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് കുപ്രിക് ഓക്സൈഡ് ഉണ്ടാകുന്നു. അതാണ് പച്ച നിറത്തിൽ നമ്മൾ കാണുന്ന ആ സബ്സ്റ്റൻസ്. ഇതും അതുപോലെ തന്നെ ഇരുമ്പ് തുരുമ്പ് പിടിക്കാറുണ്ട്. അപ്പോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് നമ്മൾ മറ്റുള്ള സോഫ്റ്റ് മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ സോഡിയം അല്ലെങ്കിൽ മഗ്നീഷ്യം Mg+O2 മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് എന്തുണ്ടാകും? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകും. ഈ മഗ്നീഷ്യം ഓക്സൈഡിൻ്റെ മഗ്നീഷ്യം നമുക്ക് മഗ്നീഷ്യം സോഫ്റ്റ് മെറ്റലാണ്. നമുക്കൊരു നൈഫ് കൊണ്ട്, ഒരു കത്തി കൊണ്ട് നമുക്കതിനെ കട്ട് ചെയ്തെടുക്കാം. ഈ മഗ്നീഷ്യം റിബണ് കത്തിയതിൻ്റെ ആ ആഷ് നമ്മൾ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. അതിലേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്യുക. ഈ മഗ്നീഷ്യം എന്നിട്ട് അതിനകത്തേക്ക് നമ്മളൊരു ലിറ്റ്മസ് പേപ്പർ, ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ ഇടുകയാണെങ്കിൽ അത് ബ്ലൂ കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് നിങ്ങൾ ആസിഡ്സ് ആൻഡ് ബേസസ് എന്നുള്ള ക്ലാസ്സിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആസിഡ്സ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് കളറാക്കും. അതുപോലെ ബേസസ് ആൽക്കലികൾ എന്ത് ചെയ്യും? റെഡ് ലിറ്റ്മസിനെ ബ്ലൂ കളർ. അപ്പോൾ ഇവിടെ ഈ മഗ്നീഷ്യം ഓക്സൈഡ് നമ്മൾ വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്തിട്ട് അതിലേക്കൊരു റെഡ് ലിറ്റ്മസ് പേപ്പർ ഇട്ടാൽ നമുക്കത് ബ്ലൂ കളറായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ മഗ്നീഷ്യം ഓക്സൈഡ് വാട്ടറിൽ ലയിച്ചപ്പോൾ അതെന്താണ്? ഒരു ബേസ് ആണ് അല്ലേ? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇപ്പോൾ മഗ്നീഷ്യം ഓക്സൈഡും വാട്ടറും കൂടെ റിയാക്ട് ചെയ്ത് എന്തായിട്ട് മാറും? MgOH ട്വൈസ് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. അതൊരു ബേസ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഈ മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് ഇൻ നേച്ചർ ആണ്. മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. അതായത് ഇത് വെള്ളത്തിൽ ലയിച്ചാൽ ഒരു ബേസ് കിട്ടും നമുക്ക്. മെറ്റൽ ഓക്സൈഡ്സ് ബേസിക് ഇൻ നേച്ചർ. അതുപോലെ തന്നെയാണ് നോൺ മെറ്റൽസും ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ എന്താ പറയുന്നത്? ബേണിംഗ് എന്നാണ് പറയുന്നത്, കമ്പഷൻ അല്ലേ? നമുക്കറിയാം കത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഓക്സിജൻ. അപ്പോൾ അത് നമ്മൾ അടുത്തൊരു ചാപ്റ്റർ കമ്പഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കും എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഫോർ ബേണിംഗ്. അതിനൊരു ഫ്യൂവൽ വേണം, പിന്നെ എയർ വേണം, അറ്റ്മോസ്ഫിയറിക് എയർ വേണം. അതായത് ഒരു അടച്ചിട്ട റൂമിനകത്ത് നമ്മൾ തീ കത്തിക്കാൻ ശ്രമിച്ചാൽ കുറച്ച് സമയം കത്തിക്കഴിഞ്ഞാൽ അത് വീണ്ടും മങ്ങി പോകുന്നതായിട്ട് കാണും. അപ്പോൾ അവിടെ എയറിൻ്റെ പ്രസൻസ് കുറയുന്നത്, അതായത് ഓക്സിജൻ്റെ അളവ് കുറയുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് ബേണിംഗ് അല്ലെങ്കിൽ കമ്പഷൻ ആയിട്ട് എടുക്കാം. ഈ സൾഫർ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്. ഒരു യെല്ലോ കളറുള്ള പൗഡർ സബ്സ്റ്റൻസ് ആണ് സൾഫർ എന്ന് പറയുന്നത്. ഈ സൾഫർ ഓക്സിജനുമായിട്ട് സൾഫറിന്റെ സിംബലാണ് എസ്. ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് SO2 ഉണ്ടാകും, സൾഫർ ഡയോക്സൈഡ്. ഈ സൾഫർ ഡയോക്സൈഡ് നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യാൻ, അതായത് H2O+SO2 ഇതാണ് നമുക്ക് ഒരു സബ്സ്റ്റൻസ് കിട്ടും, H2SO4. അതായത് ഒറ്റ സ്റ്റെപ്പിൽ കിട്ടുന്നല്ല, 2-3 സ്റ്റെപ്സ് റിയാക്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്, പിന്നീട് പഠിക്കും. ഈ H2SO4 എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് നമുക്കറിയാം ആസിഡ്സ് ബ്ലൂ ലിറ്റ്മസിനെ റെഡ് കളറാക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ സബ്സ്റ്റൻസിനകത്തേക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ബ്ലൂ ലിറ്റ്മസ് ഇട്ട് കൊടുത്താൽ അത് റെഡ് കളറായിട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് പറയാം നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ
acidic in nature. അതുപോലെ നമുക്ക് പറയാം ഈ സോഫ്റ്റ് മെറ്റൽസ് ആണെന്ന് നമ്മൾ പറഞ്ഞ ഈ സോഡിയം പൊട്ടാസ്യം ഒക്കെ എയറും ഓക്സിജനും വാട്ടറുമായിട്ട് വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നത്, വളരെ ഫാസ്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് അതായത് ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കത്തുക അല്ലേ. അപ്പോൾ കത്തുമ്പോൾ ഒരുപാട് ഹീറ്റും ലൈറ്റും ഒക്കെ ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ മെറ്റൽസ് ഒക്കെ സാധാരണഗതിയിൽ കീപ്പ് ചെയ്യുന്നത് ഒന്നുകിൽ സോഡിയം പൊട്ടാസ്യം ആർ കെപ്റ്റ് ഇൻ വാട്ടർ, വെള്ളത്തിലാണ് സൂക്ഷിക്കുന്നത്. ഓക്സിജനുമായിട്ട് ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. അതുപോലെ ഒരു നോൺ മെറ്റൽസ് ചിലത് വാട്ടറുമായിട്ട് ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അത് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ കെറോസിനിലാണ് കെപ്റ്റ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഫോസ്ഫറസ്. ഫോസ്ഫറസ് എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് വിഗറസ് ആയിട്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അതുകൊണ്ടത് നമ്മൾ സാധാരണഗതിയിൽ കീപ്പ് ചെയ്യുന്നത് കെറോസിനിലാണ്, മണ്ണെണ്ണയ്ക്കകത്താണ് കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റിയാക്ഷൻസ്. ഇനി വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിനു മുമ്പ് ഓർക്കുക, മെറ്റൽസ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അതിനകത്ത് ചില മെറ്റൽസ് വളരെ ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്യും, ചിലത് വളരെ സ്ലോ ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇനി മെറ്റൽ ഓക്സൈഡ്സ് ഡിസോൾവ് ചെയ്താൽ ബേസസ് കിട്ടും അല്ലേ, കറസ്പോണ്ടിങ് ബേസസ് കിട്ടും. അതുകൊണ്ട് നമുക്ക് പറയാം മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ഇൻ നേച്ചർ. അതുപോലെ നോൺ മെറ്റൽ ഓക്സൈഡ്സ്, നൈട്രജൻ്റെയോ അല്ലെങ്കിൽ സൾഫറിൻ്റെയോ ഒക്കെ ഓക്സൈഡ്സ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ കറസ്പോണ്ടിങ് ആസിഡ്സ് കിട്ടും. അതുകൊണ്ട് നമുക്ക് പറയാം നോൺ മെറ്റാലിക് ഓക്സൈഡ്സ് ആർ അസിഡിക് ഇൻ നേച്ചർ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ